മക്കളെ, നമ്മളെല്ലാവരും ഡെയിലി ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ആണല്ലേ. കുഞ്ഞു സാധനങ്ങളായിക്കോട്ടെ വലിയ സാധനങ്ങളായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചില പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും, 100% നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും. പക്ഷെ ചില സമയത്തൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ഉണ്ടാവും. അതായത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൺസ്യൂമർ എപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത്? അതായത് ഏത് കൺസംഷൻ ബണ്ടിൽ വാങ്ങിക്കുമ്പോഴായിരിക്കും ഒരു കൺസ്യൂമർ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആകുന്നത്? അങ്ങനെ ഒരു കൺസ്യൂമർ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിനൊക്കെ 8 മാർക്കിനും 5 മാർക്കിനും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പഠിക്കാം. നമ്മൾ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും പഠിച്ചിട്ടുണ്ടല്ലേ. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്ന എല്ലാ ബണ്ടിലുകളും കാണിക്കുന്ന ഗ്രാഫാണ്. അതായത് ഇൻഡിഫറൻസ് കർവ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുന്നതെന്ന് പറയാലോ. ഇനി ബഡ്ജറ്റ് ലൈൻ ആണെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ കയ്യിലുള്ള ഇൻകം മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട്, മുഴുവനല്ല, അതായത് ഒരു കൺസ്യൂമറിന് 2 പ്രൊഡക്റ്റ് വാങ്ങിക്കാനായി അയാൾ മാറ്റിവെക്കുന്ന പൈസ, അത് മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട് അയാൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാ ബണ്ടിലുകളും കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ഒരു കൺസ്യൂമർ, നമ്മുടെ എല്ലാവരുടെയും സാധാരണക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു കൺസ്യൂമർ എപ്പോഴാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആകുന്നത്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്, അതായത് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ള പൈസ സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങിക്കാൻ കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആകുന്നത്. അതായത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനും ബഡ്ജറ്റും ഈക്വൽ ആയിരിക്കണം. അതായത് നമ്മുടെ ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും ഈക്വൽ ആയിരിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ തൊട്ടിരിക്കുന്ന പോയിന്റ് ആയിരിക്കും. അപ്പോൾ കൺസ്യൂമർ അറ്റൈൻസ് ഇക്വിലിബ്രിയം അറ്റ് ദ പോയിന്റ് വേർ ബഡ്ജറ്റ് ലൈൻ ഇസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇവിടെ ബഡ്ജറ്റ് ലൈൻ ഉണ്ട്, ഇൻഡിഫറൻസ് കർവുകളും ഉണ്ട്. ഇതിൽ A-B ആണ് ബഡ്ജറ്റ് ലൈൻ, അതുപോലെ IC1, IC2, IC3 ഇതെല്ലാം ഇൻഡിഫറൻസ് കർവുകളും ആണ്. അപ്പൊ ഇതിൽ ഏതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ 3 കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടി ഈക്വൽ ആകുന്ന 3 പോയിന്റുകളുണ്ട്, C-E-D. പക്ഷെ ഒരു കൺസ്യൂമറിന് ഒരു ഇക്വിലിബ്രിയം അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ ഏതാണ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് നോക്കണം. C എന്ന പോയിന്റും അതുപോലെ തന്നെ D എന്ന പോയിന്റും ഇരിക്കുന്നത് IC1 എന്നുള്ള ഇൻഡിഫറൻസ് കർവിലാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും മുകളിലുള്ള ഇൻഡിഫറൻസ് കർവാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരാന്നുള്ളത്. പക്ഷെ ഇവിടെ IC1 ഇരിക്കുന്നത് ഏറ്റവും താഴെയാണ്. അപ്പൊ അതിന്റെ തൊട്ട് മുകളിലായി നമുക്ക് IC2 ഉണ്ട്. IC2 നമ്മുടെ A-B എന്നുള്ള ബഡ്ജറ്റ് ലൈനും കൂടി ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് നമുക്ക് അവിടെ കാണാം, അതാണ് E. അതിന്റെ മുകളിലുള്ള ഇൻഡിഫറൻസ് കർവിൽ ബഡ്ജറ്റ് ലൈൻ പോകുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിൽ E എന്നുള്ള പോയിന്റ് ആയിരിക്കും നമുക്ക് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം ആയിട്ട് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. അപ്പൊ അതായത് ഇവിടെ മുകളിലുള്ള ഇൻഡിഫറൻസ് കർവായ IC2ഉം ബഡ്ജറ്റ് ലൈനും തമ്മിൽ ഈക്വൽ ആകുന്ന പോയിന്റ് ആയിട്ടുള്ള E ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. ഇതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. നമ്മുടെ ഓണം എക്സാമിനൊക്കെ ഉറപ്പായിട്ടും വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എക്കണോമിക്സ് സിമ്പിളായി പഠിക്കാൻ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.